ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 3 വെജ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഉള്ളി, 2 ഉള്ളി, ക്യാരറ്റ്, 1 കപ്പ് ക്യാബേജ്, ചപ്പ് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളിടാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കണമെങ്കിൽ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇറക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം വരുന്ന വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് ചപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മൈദയും ഉപ്പും ചുടുവെള്ളത്തിൽ കുഴച്ചെടുത്തതാണിത്. പത്തിരി രൂപത്തിൽ കുഴച്ചെടുത്ത് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് കിട്ടണമെങ്കിൽ പാത്രം കൊണ്ട് അമർത്തി റൗണ്ട് ഷേപ്പിൽ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ മറ്റൊരു പത്തിരി കൂടി വെച്ച് സൈഡ് ഒന്നായിട്ട് അമർത്തി കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായി പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അത് വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഓരോന്നും ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം.
നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരി പോലെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മയോണൈസും തക്കാളി സോസും വെച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്.